ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഫോണാണ് ഇതാ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫോൺ കൈകൊണ്ട് തൊടുന്നത്. ഗംഭീരം, ഫ്യൂച്ചറിസ്റ്റിക്, ഇനി ഇതാണ് വരേണ്ടത് എന്ന് പറയാതെ വയ്യ. അത്രയും ഗംഭീര സാധനമാണ്. അതായത് ഇതാ ഒരു തവണ മാത്രമല്ല, രണ്ടാമതൊരു തവണ തുറന്നുകൊണ്ട് നമുക്കൊരു വലിയ ടാബാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സെറ്റപ്പാണ്. സാധാരണ ഫോൾഡ് ഫോണുകൾ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്താൽ നടുവിൽ മാത്രം പ്ലേ ആവും, മുകളിലും താഴെയും ബ്ലാക്ക് ബാർ. അതൊരു ഒരു വലിയ ടാബിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പൂർണ്ണമായിട്ട് തരാറില്ല. പക്ഷേ ഇത് വന്നിട്ട് ഒരു ഫോൾഡ് കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇതൊരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു വലിയ സ്ക്രീനിൽ നമുക്കൊരു വലിയ ടാബിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആ ഒരു ട്രൂ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുമെന്നുള്ളതാണ്. അതേസമയം ഇതൊരു സാധാ ഫോണിൻ്റെ ഒരു ഒതുക്കമുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്കൊരു വലിയ ടാബും ഫോണും ഒരുമിച്ച് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഐറ്റം. ഇതാണ് ഫോൾഡ്. ഇങ്ങനെ വേണം ഫോൾഡ്. അപ്പോൾ സംഗതി എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്കായി കാണുന്ന പോലെ വലിയ ഒരു സൈസിൽ നമ്മുടെ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ നമ്മൾ നോക്കിയാൽ അത് ഒന്നുമല്ല ഇതിൻ്റെ അടുത്ത്. അത്രയും നല്ലൊരു 10 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണിത്. ഒരു സാധാരണ ടാബിൻ്റെ ഓൾമോസ്റ്റ് സൈസാണ് ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈസുള്ളൊരു ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അത് ഗംഭീരമായിട്ടുണ്ട്. ഡൈനാമിക് ആമോലെഡ് 2x സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ്. ക്വാളിറ്റിയെക്കുറിച്ച് അപ്പോൾ സംശയമൊന്നും വേണ്ട. പിന്നെ ഇത് മടക്കി കൈ പിടിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫ്രണ്ടിൽ നമുക്ക് 6.5 ഇഞ്ച് വരുന്ന നമ്മുടെ സാധാരണ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത്യാവശ്യം സാധാരണ ഒരു ഫോൺ പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. എന്തായാലും ഇതല്ല കേട്ടോ നമ്മുടെ ആദ്യത്തെ ട്രൈഫോൾഡ് എന്ന് പറയുന്നത്. വാവയുടെ Mate X T എന്ന് പറയുന്ന ഒരു ഫോണുണ്ട്. അതാണ് ആദ്യത്തെ ട്രൈഫോൾഡ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സാംസങ് ഈ ഒരു സംഭവം അവതരിപ്പിച്ചിരിക്കുന്നത്. സംഗതി നൈസായിട്ടുണ്ട്. പക്ഷേ ആ ഒരു വാവയുടെ Mate X T എന്ന് പറയുമ്പോൾ ഇങ്ങനെ പകുതിക്ക് മടക്കി വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഫോൾഡുകളുടെ ആ ഒരു ഷേപ്പിൽ, ഒരു സ്ക്വയർ ഷേപ്പിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഷേപ്പിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സൈസാണ്. കാരണം ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ നടുവിൽ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ മുകളിൽ താഴെ ബ്ലാക്ക് ബാർ, അതെനിക്ക് തീരെ താല്പര്യമില്ല. അതിനേക്കാൾ നല്ലത് എനിക്ക് ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണം തന്നെയാണ്. ബട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു. വാവയ്ക്ക് അത് ചെയ്യാമെങ്കിൽ സാംസങ്ങിന് ചെയ്യാമായിരുന്നു. ബട്ട് സാംസങ്ങിൻ്റെ മെക്കാനിസം വേറെ. അവരുടെ സെഡ് ഷേപ്പിൽ ഇങ്ങനെ ഒരു സെഡ് ഷേപ്പിൽ മടക്കുന്ന ഒരു മെക്കാനിസമാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് ഈ ഒരു സൈഡ് മടക്കി ഈ ക്യാമറയുള്ള സൈഡ് ലാസ്റ്റ് മടക്കുകയാണ് ചെയ്യുക. ഇതിങ്ങനെയും മടക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടിയാണ്. നമ്മൾ അറിയാണ്ട് ഈ ക്യാമറയുടെ ഭാഗം ആദ്യം ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ അലർട്ട് വരും, വൈബ്രേഷനൊക്കെ വരും, നിങ്ങൾ തെറ്റായിട്ടാണ് മടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അത് നമ്മൾ തുറന്നിട്ട് കറക്റ്റായിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കണം. അപ്പോഴേ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊരു നല്ല ഫീച്ചറായിരുന്നു Mate X T. വേണമെങ്കിൽ പകുതിക്ക് അല്ലെങ്കിൽ ഫുള്ളായിട്ടും തുറക്കാമെന്നുള്ളത്. എന്തായാലും ഇതിൽ വീഡിയോ കാണുക, സിനിമ കാണുക എന്നുള്ളത് മാത്രമല്ലാതെ നമുക്ക് ഗെയിം കളിക്കുമ്പോഴായാലും കിടിലൻ എക്സ്പീരിയൻസ് ആണ്. കാരണം വലിയൊരു ടാബിൽ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് അത്യാവശ്യം ഗെയിം കളിക്കണമെങ്കിൽ കളിക്കാം. ഇതങ്ങനെ പിടിക്കുമ്പോഴേക്കും അങ്ങനെ വളഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അത്യാവശ്യം സ്ട്രോങ് ആണ്. സോ അത്യാവശ്യം ഗെയിം കളിക്കാനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതൊരു ടാബായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒന്നിലധികം ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്തിടാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതാ ഈ കാണുന്ന പോലെ ഇതിപ്പോൾ ഞാൻ 3 ടാബുകൾ ഒരേ സമയം ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇത് യൂട്യൂബാണ്, ഇത് ഇപ്പുറത്ത് ഗാലറിയാണ്, ഇപ്പുറത്ത് സെറ്റിങ്സ് ആണ്. ഇത് 3 കഷ്ണങ്ങളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതങ്ങനെ മാത്രമല്ല, ഏത് രീതിയിൽ വേണമെങ്കിലും ഈ സൈഡിൽ 2 വലിയത്, ഈ സൈഡിൽ ഒരു ചെറിയ വിൻഡോ, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് നടുവിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിന് രണ്ടിനെയും തുല്യമായിട്ട്, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് നീക്കിയിട്ട് അത് രണ്ടും ചെറുതായിട്ട് ഇവിടെ വലുതായിട്ട്, ഈ രീതിയിൽ പല രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് നൈസായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഒരു കംപ്ലീറ്റ് മൾട്ടി ടാസ്കിങ് ഒരു ടാബിൽ ചെയ്യുന്ന പോലെ ചെയ്യാം. പിന്നെ മാത്രമല്ല, സാധാരണ നമ്മുടെ പഴയ ഫോൾഡുകളൊക്കെ ആണെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലായതുകൊണ്ട് ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചാലും ഒക്കെ ഒരേ ഫീൽ തന്നെ, യാതൊരു വ്യത്യാസവുമില്ല. ബട്ട് ഇതങ്ങനല്ല. ഇത് നമ്മൾ നോർമലി പിടിക്കുമ്പോൾ നമുക്കൊരു വലിയ ഡിസ്പ്ലേയിൽ കാര്യങ്ങൾ കാണുന്ന പോലെ കാണാം. ഇനി നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഫോൺ കയ്യിൽ പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ടാബിൻ്റെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൻ്റെ ഗുണമുണ്ടല്ലോ, കണ്ടില്ലേ? ഈ രീതിയിൽ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇതൊരു അഡ്വാൻറ്റേജാണ്, എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജാണ്. ശരിക്കും ഒരു ടാബിൻ്റെ ഫീൽ ഇപ്പോഴാണ് നമുക്ക് ഫോൾഡ് ഫോണിൽ കിട്ടിയത്. അതായത് ഇതിനെക്കുറിച്ച് പറയാൻ കൂടുതലൊന്നുമില്ല. ഇത് ശരിക്കും ഒരു ടാബ് പ്ലസ് ഫോൺ, പൂർണ്ണമായിട്ടും ട്രൂ എക്സ്പീരിയൻസ് ടാബിൻ്റെ ഇന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഏറ്റവും നല്ലതായിട്ട് തോന്നിയ പാർട്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശവും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റും തിക്നെസ്സൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളതിന് പ്രധാനപ്പെട്ട ചോദ്യം വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും കുറച്ച് കൂടുതലാണ് തിക്നെസ്സൊക്കെ. ഈ മടക്കി പിടിക്കുമ്പോൾ നല്ല തിക്നെസ്സാണ്. പക്ഷേ ഇത്രയും വലിയൊരു ഒരു ടാബും ഫോണും നമ്മൾ കൊണ്ട് നടക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കതൊരു വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ തുറന്നാൽ വളരെ സ്ലിമ്മാണ്. 3.9 mm അത്രയും സ്ലിമ്മായൊരു ഡിസൈനാണ്. അപ്പോൾ വെയിറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 390 ഗ്രാം ഉണ്ട്. പക്ഷേ ഇത് ടാബായിട്ട് കൈ പിടിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല. പല ടാബുകളും 400 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം റേഞ്ചിലാണ് ടാബുകളുടെ വെയിറ്റ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് വെയിറ്റ് ഇല്ല എന്ന് പറയാം. 390 ഗ്രാമേ ഉള്ളൂ. സോ ഇത് ഓക്കെയാണ്. അങ്ങനെ ഓവർ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക വേണ്ട. സോ അത് പക്ക ഓക്കെ. പക്ഷേ നിങ്ങളിത് മടക്കി പോക്കറ്റിലേക്ക് ഇടുന്ന നേരത്ത് പോക്കറ്റിൽ നമുക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. ആ സമയത്ത് ടാബായിട്ട് തുറന്ന് ഉപയോഗിക്കുന്ന നേരത്ത് വളരെ കംഫർട്ടബിളായിട്ടും ഫീൽ ചെയ്യും. അതായത് മൊത്തത്തിൽ ബോറിംഗ് അല്ല എന്ന് സാരം.
പിന്നെ ആകെ ചില 1-2 ഇഷ്യൂസ് ഞാൻ കണ്ടത് ഇപ്പോൾ ഔട്ട്ഡോർ ചെന്ന് യൂസ് ചെയ്യുമ്പോൾ ഈ കവർ ഡിസ്പ്ലേ ഓക്കെയാണ്, നമുക്ക് സെറ്റായിട്ട് ബ്രൈറ്റ്നസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ മെയിൻ ഡിസ്പ്ലേ തുറന്ന് ഔട്ട്ഡോർ ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ ഉള്ളിടത്ത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര റിഫ്ലക്ഷനും കാര്യങ്ങളും ആ ഒരു ബ്രൈറ്റ്നസ് പോരായ്മയുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടിയൊരു ബ്രൈറ്റ്നസ് കൊടുക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൽ ബാക്കി ഉള്ള കാര്യങ്ങൾ, ഇതിൻ്റെ സ്പെക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ ഇന്ത്യയിൽ വരട്ടെ, നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അൺബോക്സ് ചെയ്യാൻ യൂണിറ്റ് കൈ കിട്ടുമ്പോൾ. ഇതിപ്പോൾ എൻ്റെ സുഹൃത്ത്, ഞാൻ ശ്രീലങ്കയിൽ വന്നിരിക്കുകയാണ്, അങ്ങനെ വന്നിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ, ഞാൻ ഹോട്ടലാണ് കണ്ടറിയാമല്ലോ, അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് നിങ്ങൾക്ക് ഒന്ന് അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ, അല്ല ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ മൊത്തത്തിൽ സംഭവം ഗംഭീരമായിട്ടുണ്ട്. എങ്കിലും ഇതിനെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, പോരായ്മകൾ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് കട്ടിയാണ്, സാധാരണ ഫോണായിട്ട് രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇത്രയും 3 മടക്ക് കണ്ടോ, ടെക്നോളജി 3 ടെക് സംഭവങ്ങൾ മടക്കി വെച്ച് ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണ്. അതേപോലെ വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ട്. സാധാരണ പോക്കറ്റിലൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാമെന്ന് പറയുന്നത് ഒരു ഇച്ചിരി വെയിറ്റ് ഫീൽ ചെയ്യും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടാബ് ഓക്കെയാണ്, ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും മടക്കി പോക്കറ്റിലിട്ട് ഫോണായിട്ട് കൊണ്ട് നടക്കുമ്പോൾ വെയിറ്റ് കൂടുതലാണ്. പിന്നെ 888 എന്ന് പറയുന്ന പ്രോസറാണ്, അടിപൊളിയാണ്, പെർഫോമൻസിന് യാതൊരു പ്രശ്നവുമില്ല. ബട്ട് 2 ലക്ഷത്തിന് മുകളിലേക്കാണ് അതിൻ്റെ വില വരുന്നത്. ഞാനത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ വിലയിലേക്ക് വരുമ്പോൾ ഈ പ്രോസർ ഏറ്റവും ടോപ്പ് തന്നെ കൊടുക്കാമായിരുന്നല്ലോ, 888 Gen 5 തന്നെ. അത് കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഈ 3 മെക്കാനിസം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതുകൊണ്ട് പ്രൈസ് ഈ വഴിക്കായിരിക്കും കൂടിയിട്ടുണ്ടാവുക. ബട്ട് 888 ഓക്കെയാണ് കേട്ടോ, എന്നാലും അതും ഒരു പോരായ്മയാണ്. സൗണ്ട് ഓക്കെയാണ്, അപ്പടി ടോപ്പ് നോച്ച് എന്ന് പറയാനില്ല. ക്യാമറ വന്നിട്ട് ഫോൾഡ് 7 ഉണ്ടായിരുന്ന പോലെ അടിപൊളി ക്യാമറയാണ്. ബട്ട് എങ്കിലും അതൊക്കെ കുറച്ചും കൂടിയൊക്കെ നന്നാക്കണമായിരുന്നു എന്നൊരു തോന്നൽ. പിന്നെ ബാറ്ററി 5600 mAh ബാറ്ററിയേ ഉള്ളൂ. ഇത്രയും വലിയൊരു ഡിസ്പ്ലേയിൽ നമ്മൾ വിഷ്വൽ അല്ലെങ്കിൽ നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ 5600 mAh ബാറ്ററി ഒന്നും പോരാ. പക്ഷേ എന്നാലും അതൊക്കെയുണ്ട്. അതേപോലെ 45 വാട്ടിൻ്റെ ചാർജിങ്, അതൊക്കെ സാംസങ് തിങ്സ്. അവർ അടുത്ത വർഷമെങ്കിലും ചിലപ്പോൾ സിലിക്കൺ കാർബൺ ബാറ്ററിയൊക്കെ വെച്ച് ബാറ്ററി mAh ഒക്കെ കൂട്ടി ഇറക്കുകയാണെങ്കിൽ നൈസാവും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ വില, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞത്. 2.2 ലക്ഷം തൊട്ട് 2.5 ലക്ഷം വരെ വിലയും വരുന്നുണ്ട്. സോ അപ്പോൾ ഈ നെഗറ്റീവുകളാണ്. പ്രത്യേകിച്ചും പ്രൈസ് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. പക്ഷേ ഈ ഒരു ടെക്നോളജി, ഇതിന് ഈ പ്രൈസ് വരുമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭാവിയിൽ വിലയൊക്കെ കുറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് വേണ്ട യഥാർത്ഥ ഫോൾഡ് ഫോൺ എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഒരെണ്ണമാണ്. ഈ ഒരു റെക്റ്റാങ്കുലർ റേഷ്യോയിലുള്ള ഫോൺ തന്നെയാണ്. സോ എനിക്കിഷ്ടപ്പെട്ടു, സംഗതി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡിസൈനും പരിപാടികളും എല്ലാം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. വില കൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. സോ ഗാലക്സി Z ട്രൈഫോൾഡ് ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ തൊട്ട് ആഗ്രഹിക്കുന്നതാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതും അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളവരെ ഷെയർ ചെയ്യണം എന്നുള്ളത് ഇന്നാണ് സാധിച്ചത്. എങ്ങനെയുണ്ട് Z ട്രൈഫോൾഡ് എന്നുള്ളത് നിങ്ങൾ പറയുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വയ്ക്കുക. സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.